ഇന്നത്തെ ബി പ്രൊമോനകത്ത് കാണിച്ചിരിക്കുന്നതാണ്. ഇത് മുടിയൻ പോയി പറയാണ് പൂജയ്ക്ക് തീരെ വയ്യാന്ന്. അപ്പോൾ പൂജ നന്നായിട്ട് കരയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ശരണ്യ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്ക് ക്രൂ മെമ്പേഴ്സൊക്കെ വരുന്നുണ്ട് ഉള്ളിലേക്ക്. പിന്നെ പൂജേനെ സ്ട്രെച്ചറിനകത്ത് എടുത്തുകൊണ്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണുന്നത് സിബിൻ ചേട്ടൻ അവിടെ നിന്നിട്ട് കരയുന്നതാണ്. ഭയങ്കരമായിട്ട് മെൻ്റലി ബ്രേക്ക് ആയിട്ടുണ്ട് ആൾ. ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. എന്താ പറയുക, ഒറ്റപ്പെടൽ പോലെയൊക്കെ ഉണ്ട്. പിന്നെ മെൻ്റലി കഴിഞ്ഞ ട്രോമയൊക്കെ തിരിച്ചു വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ക്വിറ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കാത്തിരുന്നിട്ട് കാണാം എന്താവും എന്നൊക്കെ. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിനകത്ത് ലാലേട്ടൻ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് സിബിൻ ചേട്ടനെ. അതുകൊണ്ടായിരിക്കും ആൾക്ക് ക്വിറ്റ് ചെയ്ത് പോകാമെന്ന് പറയുന്നത്. കാരണം പുറത്തെന്താണ് നടക്കുന്നത്, ഞാൻ നെഗറ്റീവായി അതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ ഒരു ഇതായിരിക്കാം. അതുകൊണ്ടാണ് കഴിഞ്ഞൊരു വീക്കെൻഡ് എപ്പിസോഡ് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു ബി പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സിബിൻ ചേട്ടൻ ചെയ്ത് തെറ്റ് തന്നെയാണ്, തെറ്റല്ല എന്നല്ല പറയുന്നത്. തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. പക്ഷേങ്കിൽ അതിലും ഏറെ തെറ്റ് ചെയ്ത അതേപോലെ തെറ്റ് ചെയ്ത ആൾക്കാർ ബി ഹൗസിലുണ്ട്. അപ്പം കമൻറ്റ് ചെയ്യുക, ഇത് അനിവാര്യമാണോ?